പ്രധാനപ്പെട്ട ഒരു പുതിയ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും മിക്കവാറും നെക്സ്റ്റ് ഇൻടേക്കൊക്കെ മുതൽ തന്നെ അതായത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ IELTS മാൻഡേറ്ററി ആക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അന്നിങ്ങനെ വിസ്റ്റുലേതല്ലാതെ ഇങ്ങനെ എന്നോട് അറിയാവുന്ന ഇവിടെ ഒരു ഏജൻസി നടത്തുന്ന ഒരു പുള്ളി ഇങ്ങനെ പറയായിരുന്നു മേ ബി ഇങ്ങനെ അടുത്ത ഇന്ത്യക്കൊക്കെ ആകുമ്പോഴത്തേക്കും മേ ബി ഇവിടെ ഫുള്ള് IELTS മാൻഡേറ്ററി ആക്കുമെന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് വന്നില്ല. അത് കഴിഞ്ഞ് അത്ര ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് കംപ്ലീറ്റ്ലി മാറ്റിയിരിക്കുന്നത്. B2 ലെവൽ പ്രൊഫഷൻസി കാണിക്കണം. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പോളിഷ് പറയുന്നുണ്ട്. പക്ഷെ പോളിഷ് നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ കാണിക്കാനുള്ളൊരു ഇത് നമുക്ക് അവൈലബിലിറ്റി കുറവാണല്ലോ. അപ്പം IELTS അല്ലെങ്കിൽ അങ്ങനെ ഒരു പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ഏതെങ്കിലും എക്സാം ആയിരിക്കാം. B2 ലെവലാണ് പറയുന്നത്. അത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആണെങ്കിൽ ഈവൻ കോൺസുലേറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്തും അവരത് ചെക്ക് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതായത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വെരിഫിക്കേഷൻ എന്ന് പറയും. അതായത് നിങ്ങളുടെ ഇവിടുത്തെ പോളിഷ് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള വെരിഫിക്കേഷനാണ്. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ ആ പോളിഷ് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പം എംബസി ഇൻ്റർവ്യൂ കൂടാതെ ചിലപ്പം എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ട് വീണ്ടും എന്തെങ്കിലും എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽസ് അവർ പറയുന്നതിന് ഇത് കാണിക്കേണ്ടി വരും. എക്സ്ട്രാ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണിക്കേണ്ടി വരുമായിരിക്കും ഇവിടുത്തെ പോളിഷ് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ കഴിഞ്ഞ വർഷം മുതൽ വന്ന കാര്യമാണ് ബാച്ചിലർ സ്റ്റുഡൻസിന് നോസ്റ്റിഫിക്കേഷനും മാസ്റ്റേഴ്സിന് HRD അറ്റസ്റ്റേഷൻ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് മാസ്റ്റേഴ്സുകാർക്കും HRD അറ്റസ്റ്റേഷൻ അല്ലാതെ ഇപ്പോൾ നോസ്റ്റിഫിക്കേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ബട്ട് നേരത്തെ അത് ബാച്ചിലേഴ്സുകാർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇന്ത്യ ടു പോളണ്ട് ആദ്യം അയച്ചു തരും. എന്നിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ നവയൊക്കെ അത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവർ നോക്കിയിട്ട് ഒരു മിനിമം 2 to 3 months ആണ് അവർ പറയുന്നത്. പക്ഷേ അതിൽ കൂടുതലും ഓരോരുത്തർക്ക് എടുക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവരത് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്ത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കത് നോസ്റ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും. എന്നിട്ട് മാത്രമായിരുന്നു നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളായിരുന്നു, ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടൊരു സൈറ്റ് വഴി നമുക്കിപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇതെന്ന് പറയുന്നതും ഇതുപോലെ തന്നെ 2 months ഒക്കെയാണ് പറയുന്നത്. 2 months 3 months ഒക്കെയാണ് അതിനും പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് അയച്ചു തരേണ്ട കാര്യമില്ല. പിന്നെ വന്നേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 50% ക്യാപ്പ് ഓൺ ഫോറിൻ സ്റ്റുഡൻറ്റ് എൻറോൾമെൻ്റ് എന്നാണ്. അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. 50% ആകെ മാത്രമേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫോറിൻ നാഷണൽസിനെ എടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ചെയ്യത്തില്ല. ലൈക്ക് അത് ലീഗലല്ല, അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുമൊക്കെ യൂണിവേഴ്സിറ്റീസ് ഒരു 50% ക്യാപ്പ് അതിൽ ഇൻ്റർനാഷണൽസിനെ എടുക്കാൻ വേണ്ടിയിട്ടൊരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. അതാണ് മെയിൻ അടുത്ത വന്നിരിക്കുന്ന കാര്യം. മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ഓഫ് നോൺ അറ്റൻഡൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും നേരത്തെ മുതലേ പറയുന്നൊരു കാര്യമായിരുന്നു. പാർട്ട് ടൈം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നവർക്കുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സിറ്റിയിലാണെങ്കിലും എൻ്റെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി തന്നെ അങ്ങനെ ഇന്ത്യൻസിനെ എടുക്കാണ്ടായത്. ഒരു 2019 വരെ ഇവിടെ അത്യാവശ്യം ഇന്ത്യൻസും ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് അവർ കീപ്പ് ചെയ്യണില്ല. അതുപോലെ തന്നെ ഇത് ജർമ്മൻ ബോർഡർ. അപ്പോൾ ഇവിടുന്ന് സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാണ്ട് അവരുടെ ജോലിക്ക് പോവുക അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത ജോലിയായിട്ട് വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് യൂണിവേഴ്സിറ്റീൻ്റെ റെക്കഗ്നിഷനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടും തന്നെ അവരൊരു 2019 ശേഷം ഇങ്ങോട്ട് വളരെ രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് കുറച്ചു. അങ്ങനെയാണ് ഇപ്പം ഇൻ്റർനാഷണൽസ് ഇവിടെ എസ്പെഷ്യലി ഇന്ത്യൻസിനെ ഇവരെടുക്കാനായത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളുടെ റെക്ടർ തന്നെ ഡയറക്റ്റ് പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയ അഡ്മിഷനാണെന്ന്. അപ്പോൾ നമ്മൾ വന്ന സമയത്തും ഇതുപോലെ ഏജൻസി പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് ഈ യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ നമ്മളത്ര വിശ്വസിച്ചിട്ടുണ്ടായില്ല. കുറേ ആൾക്കാർക്ക് റിജക്ഷൻ കിട്ടി, അഡ്മിഷൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളത്ര വിശ്വസിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുന്നുണ്ടായില്ല. അങ്ങനെയാണ് ഇവിടെ കുറഞ്ഞത്. അപ്പം ഞങ്ങൾ ഈ 3 വർഷമായിട്ട് ഇതുവരെ ഇവിടെ വേറെ ഇന്ത്യൻസ് ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഈ ഒരു 3 വർഷം കഴിഞ്ഞു വന്നിട്ട്. അപ്പം അത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പം അത് എല്ലാ സിറ്റീസിലും സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അപ്പം അറ്റൻഡൻസ് ഇല്ലാതെ വരുവാണ് ക്ലാസ്, അതായത് സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് എന്താ പറയുന്നത് ഒരു വാലിഡ് റീസൺ ഇല്ലാതെ നിങ്ങളിത് ചെയ്യുവാണ്, ആബ്സെൻ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആബ്സെൻ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസേനെ അതുപോലെ തന്നെ നിങ്ങളുടെ അതിനെ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് ബാധിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ലിസ്റ്റിൽ നിങ്ങൾ റിമൂവ് ആക്കാനൊക്കെ ചാൻസസ് ഉണ്ട്.
അപ്പോൾ ഇനിയും വരുന്നവർ അത് നന്നായിട്ട് രീതിയിൽ ശ്രദ്ധിക്കുക. ഇവിടെ ഉള്ളവരും ഇനിയിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ബോർഡർ ഗാർഡ്സ് അതിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷമല്ലേ നമ്മൾ ഇങ്ങനെ ഞങ്ങൾ ഡോർമെറ്ററിൽ നിന്ന സമയത്ത് ഇതുപോലെ കുറേ, അതായത് ഈജിപ്തിൽ നിന്ന് അങ്ങനെ കുറേ രാജ്യത്തു നിന്ന് വന്ന ആൾക്കാരെയൊക്കെ ഡയറക്റ്റ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കാരണം അവരിങ്ങനെ നോക്കും, അവർ അനലൈസ് ചെയ്യും എപ്പോഴും സ്റ്റുഡൻസിൻ്റെ കാര്യം. നമ്മുടെ വിസയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്കുണ്ടാവും. അപ്പോൾ എപ്പോഴും അത് സൂക്ഷിക്കുക. ഓക്കെ, പിന്നെ വന്നേക്കുന്ന ഒരു കാര്യമാണ് റെസ്ട്രിക്ഷൻസ് ഓൺ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് നേരത്തെ നമ്മളൊക്കെ ഇവിടെ പാർട്ട് ടൈം ചെയ്യുന്ന സമയത്ത് ഇവിടെ വർക്ക് പെർമിറ്റ് കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതായത് വർക്ക് വിസയ്ക്ക് വരുന്നവർക്ക് മാത്രം വർക്ക് പെർമിറ്റ് കാണിച്ചാൽ മതി, സ്റ്റുഡൻസിന് സ്റ്റുഡൻറ്റ് വിസയിൽ തന്നെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു സിസ്റ്റം ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറ്റി ഇനിയും വരുന്ന അതായത് ഇനിയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ജോലി ചെയ്യണമെങ്കിൽ, പാർട്ട് ടൈം ചെയ്യണമെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് അവരുടെ എംപ്ലോയറിനെ കൊണ്ട് വെച്ച് കാണിച്ചിട്ട് മാത്രമേ അവർക്ക് ആ സാധനം അവരുടെ ഉണ്ടാവണം, എന്നാൽ മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണുമല്ലോ, അപ്പോൾ അതിനും എന്തൊക്കെയോ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. പിന്നെ സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിൽ നിന്നും വേറെ സ്റ്റാറ്റസ്, അതായത് സ്വിച്ച് ചെയ്ത് വർക്ക് വിസയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എന്താണ് ഇത്ര സ്ട്രിക്റ്റ് ആക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ഇന്ത്യൻസിൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ട് ഇവിടെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് ആയിട്ട് വന്നിട്ട് അത് മാറ്റിയിട്ട് സ്വിച്ച് ചെയ്ത് വർക്കിലോട്ട് പോവുക. ഇപ്പോൾ ഇവിടെ വന്ന് ബോർഡർ ഗാർഡ്സ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി നോക്കുമ്പോഴത്തേക്ക് അവരത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാണ്ട് വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പിന്നെ കംപ്ലീറ്റ്ലി ഇവിടുന്ന് മൂവ് ചെയ്ത് പോകുന്നു, മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അതുകൂടാണ്ട് തന്നെ കുറേ ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇങ്ങനെ ഡീപ്പോർട്ട് ചെയ്ത് വിടുക, അങ്ങനെയൊക്കെ അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനത്തെയൊക്കെ റൂൾസ് വന്നേക്കുന്നത്. അപ്പം മുമ്പേ തന്നെ അവർക്ക് എന്തായാലും ഇവിടുത്തെ പോലീസ് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇവിടെ പഠിക്കാനുള്ള ഇതുണ്ടോ നോക്കിയിട്ട് മാത്രമേ അവരെടുക്കത്തുള്ളൂ. അല്ലാത്തുള്ള ആൾക്കാർ ഇവിടെ പഠിക്കണ്ട എന്നുള്ളൊരു ഇതാണ് അവർ വന്നേക്കുന്നത്. അതിന് അർഹതപ്പെട്ടവരും മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു റൂളാണ് വന്നിരിക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ EUവിൻ്റെ അതായത് ഇമിഗ്രേഷൻ പോളിസി അതുപോലെ തന്നെ പോളിലും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ പുതിയ വന്നിരിക്കുന്ന ആൾ കുറച്ചുകൂടെ ഇവിടുത്തെ സേഫ്റ്റി, ഇല്ലീഗലായിട്ടുള്ളതൊന്നും നടക്കരുത്, മീൻസ് അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണം എന്ന് ഇതുള്ള ആളാണ്. ഞാൻ പറഞ്ഞതുപോലെ സ്റ്റുഡൻറ്റ് വിസയുടെ പേർപ്പസ് അതുപോലെ സെർവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഈ റൂൾസൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തേക്കാളും VFS സ്ലോട്ടൊക്കെ കിട്ടുന്നുണ്ട്. നേരത്തെ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ടൊക്കെ ആയിരുന്നു സ്ലോട്ട് ബ്ലാക്കിലൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, VFS കിട്ടുന്നേ ഉണ്ടായില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അതിൽ നിന്ന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കുന്നത് കൂടുതൽ ആകുമ്പോൾ റിജക്ഷൻ ചാൻസസും കൂടാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ മാക്സിമം നോക്കുക, കറക്റ്റായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, വർക്ക്സും കാര്യങ്ങളും എക്സാംസും ഒക്കെ മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്ത് പോകാൻ നോക്കുക. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത രീതി ഇങ്ങനെ തന്നെയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ബിഡ്കോഷിൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു കാര്യങ്ങൾ. ബോർഡർ ഗാർഡ്സൊക്കെ നമുക്ക് നേരത്തെ വന്ന് ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് മീറ്റിംഗ് ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ ഇതിനെക്കുറിച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലേ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. അപ്പം അന്ന് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോടൊന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ പാർട്ട് ടൈം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതുകൂടെ കൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴും പാർട്ട് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലിമിറ്റൊന്നും ഇപ്പോഴും ഞാൻ കാണുന്നില്ല. അല്ലാണ്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതിന് ഒരു സ്ട്രിക്റ്റ് റൂൾ വന്നിട്ടില്ല. ബട്ട് എന്നാലും ക്ലാസ് ഉള്ളപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് കറക്റ്റായിട്ട് പോയി മാർക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. പിന്നെ ഈവൻ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഞങ്ങളോട് കഴിഞ്ഞൊരു മീറ്റിങ്ങിൽ ബോർഡർ ഗാർഡ്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ നടക്കുന്ന സമയത്താണെങ്കിൽ എപ്പോഴും പാസ്പോർട്ടും സ്റ്റുഡൻറ്റ് കാർഡും കൈ കരുതുക. സ്റ്റുഡൻറ്റ് കാർഡ് ഇല്ലെങ്കിലും പാസ്പോർട്ട് എപ്പോഴും കൈ കരുതാൻ അവർ പറയുന്നുണ്ട്. കാരണം വെളിയിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അവരൊക്കെ എന്തെങ്കിലും കാണുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വേണ്ടി എടുത്ത് കാണിക്കാൻ പറയും. ഈവൻ നമ്മളിപ്പോൾ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ രാത്രി സമയത്തൊക്കെ ഇറങ്ങുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി പോലും കോൺടാക്ട് ചെയ്ത് ചോദിക്കാൻ അവർക്ക് പറ്റത്തില്ല. അതായത് ഈ സ്റ്റുഡൻറ്റ് ആ യൂണിവേഴ്സിറ്റി ഉള്ള ആളാണോ, എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന ആളാണോ, സ്റ്റുഡൻറ്റ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ഒന്നും ആയിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാവകാശമൊന്നും രാത്രിയിലൊക്കെ നമ്മൾ ഇറങ്ങുന്നില്ല. വൈകിട്ട് നമ്മളെ കാണുന്നെങ്കിൽ യൂണിവേഴ്സിറ്റി ഒന്നും അപ്പോൾ ഓപ്പൺ ആയിരിക്കത്തില്ല. ഇത് അവർ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പാസ്പോർട്ടും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് കാർഡും നിങ്ങളുടെ കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കുക. ഇതൊക്കെയായിരുന്നു അന്ന് നമ്മളോട് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അന്ന് നമ്മളോട് ബോർഡർ ഗാർഡ്സ് ഇവിടെ വന്ന സമയത്ത്, അതായത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 5-8 മാസം മുമ്പ്. അന്ന് ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞത്.
ഇതുപോലെ പാർട്ട് ടൈം മാത്രം ചെയ്തു പോയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ അത് പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ പോളിസി പോലെ ഇരിക്കും. പക്ഷേ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം അവർ പറഞ്ഞൊരു ടൈമുണ്ട്, അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ടൈമും കൂടെ തരും. അതിനുള്ളിലൊക്കെ ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ സ്റ്റുഡൻറ്റ് ലിസ്റ്റിൽ നേരെ റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ രീതിയും ഫോളോ ചെയ്ത് പോവാം. എപ്പോഴും നമ്മുടെ സ്ഥലമല്ല, നമ്മുടെ രാജ്യത്ത് നമ്മൾ ഫ്രീഡം എല്ലാം ഫ്രീ ആയിട്ട് നടക്കുന്ന പോലെ, നമ്മൾ ഫ്രീഡം എടുത്ത് നടക്കുന്ന പോലെ ആയിരിക്കത്തില്ല. നമ്മൾ വേറൊരു സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നമ്മൾ കീപ്പ് ചെയ്തില്ല, ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ അതിൻ്റേതായിട്ടുള്ള ആക്ഷൻ ധരിച്ച് നമ്മളൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനിതിനകത്ത് വർക്ക് വിസയുടെ കാര്യം പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് കൂടുതലായിട്ട് വർക്ക് വിസയുടെ കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ എന്തെങ്കിലും ഇൻഫോർമേഷൻസോ അപ്ഡേറ്റ്സോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിടാൻ. കാരണം ഒരുപാട് ചേട്ടന്മാർ എനിക്ക് ഇങ്ങനെ വർക്ക് വിസയുടെ കാര്യം വന്നും ചോദിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. നമ്മൾ വെറുതെ ഒരു മിസ്ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് നല്ലതല്ലേ, നമുക്ക് അറിയത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നുള്ളത് ഞാനത് കിട്ടുവാണെങ്കിൽ എന്തായാലും ഞാൻ ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് നോക്കുന്ന ആർക്കെങ്കിലും നിങ്ങളിത് കാണുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കൂ. ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഏജൻസി ഡീറ്റെയിൽസിനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.